നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. നടൻ ജാഫർ ഇടുക്കിക്കെതിരെ ലൈംഗിക അതിക്രമ പരാതിയുമായി നടി. പരാതി നൽകിയത് ബാലചന്ദ്ര മേനോനടക്കം 7 പേർക്കെതിരെ പീഡന പരാതി ആരോപിച്ച നടി. നടൻ സിദ്ദീഖ് സുപ്രീം കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാലുടൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന പാർട്ടി പത്രത്തിലുള്ള അൻവർ ഫാൻസുകാർ. ദേശാഭിമാനിയിൽ അൻവറിന് പതിവിൽ കവിഞ്ഞ പ്രാധാന്യം നൽകുന്ന പിണറായി വിരുദ്ധത. പാർട്ടി പത്രത്തിലെ 1-ാം പേജിലെ വാർത്തയിൽ അന്വേഷണം. CCTV ക്യാമറകൾ ഉൾപ്പെടെ ചൈനീസ് നിർമ്മിത നിരീക്ഷണ ഉപകരണങ്ങൾക്ക് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തും. കേന്ദ്ര സർക്കാർ നീക്കം ലെബനനിൽ നടന്ന പേജർ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ. പുതിയ നയം ഒക്ടോബർ 8-ാം തീയതി പ്രാബല്യത്തിൽ വരും. കേന്ദ്ര സർക്കാർ 3 സംസ്ഥാനങ്ങൾക്ക് പ്രളയ ദുരിതാശ്വാസം പ്രഖ്യാപിച്ചു. ഗുജറാത്തിന് 600 കോടിയും മണിപ്പൂരിന് 50 കോടിയും ത്രിപുരയ്ക്ക് 25 കോടിയും കേന്ദ്ര സഹായം. കേരളത്തിന് കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുക അനുവദിക്കുമെന്ന് കേന്ദ്രം. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ഒക്ടോബർ 5 വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച പോലീസ്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ പുറപ്പെടുവിച്ചു. രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നിരോധനാജ്ഞ. ഇസ്രായേലും ലബനനും ഇടയിലെ സംഘർഷം യുദ്ധമാകുമെന്ന് ബ്രിട്ടന്റെ മുന്നറിയിപ്പ്. സംഘർഷം മൂർച്ഛിച്ചതോടെ UAE, ഖത്തർ, ബഹ്റൈൻ അടക്കം 18ഓളം രാജ്യങ്ങളിലേക്ക് പറക്കുന്നത് അപകടകരമെന്ന് വിദേശകാര്യ മന്ത്രാലയം. UK മലയാളികളുടെ നാട്ടിലേക്കുള്ള യാത്ര ആശങ്കയിൽ. ലെബനനിൽ കരയുദ്ധം തുടങ്ങി ഇസ്രായേൽ. ഗൂഗിളിനെതിരെ ആരോപണവുമായി റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. ഗൂഗിളിൽ തിരയുമ്പോൾ തന്നെക്കുറിച്ച് മോശപ്പെട്ട റിപ്പോർട്ടുകളും കമലാ ഹാരിസിനെ കുറിച്ച് നല്ല വിവരങ്ങൾ മാത്രമാണ് കാണിക്കുന്നതെന്നും ട്രംപ്. അമേരിക്കയിൽ താണ്ഡവമാടി ഹെലിൻ ചുഴലിക്കാറ്റ്. നോർത്ത് കരോലൈന, സൗത്ത് കരോലൈന, ജോർജിയ, ഫ്ലോറിഡ, ടെന്നസി, വിർജീനിയ എന്നിവിടങ്ങളിൽ വ്യാപക നാശം വിതച്ച ഹെലിൻ ഫ്ലോറിഡ മുതൽ വിർജീനിയ വരെ കനത്ത വെള്ളപ്പൊക്കത്തിനും കാരണമായി. ഓസ്ട്രിയൻ പൊതുതെരഞ്ഞെടുപ്പിൽ 29.2% വോട്ട് നേടി തീവ്ര വലത് ഫ്രീഡം പാർട്ടി ഒന്നാമതെത്തി. 2-ാം ലോകയുദ്ധത്തിനു ശേഷം ഇതാദ്യമായാണ് തീവ്ര വലതുപക്ഷ പാർട്ടി മുന്നിലെത്തുന്നത്. ചാൻസലർ കാൾ നെഹാമറിന്റെ ഓസ്ട്രിയൻ പീപ്പിൾ പാർട്ടി 26.5 വോട്ടുമായി രണ്ടാമത്. മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റിലേക്ക് വീണ്ടും എത്തുന്നു. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗിലാണ് ആരാധകരെ ഒരിക്കൽ കൂടി വിസ്മയിപ്പിക്കാൻ സച്ചിൻ എത്തുന്നത്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.